നമുക്ക് എന്താണ് സൊല്യൂഷനിലേക്ക് പോവാം. So first question, a coaxial cylindrical capacitor shown in the figure 1 is having a dielectric with a permittivity epsilon r1 equal to 2. So ഒരു dielectric ആണ് ഈ പോർഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? It is a dielectric with epsilon r is equal to 2. Next, when 1/4 of the portion of the dielectric is replaced with another dielectric of relative permittivity epsilon r2. Of relative permittivity എന്താണ്? epsilon r2. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് ഡബിൾ ആയി. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് ഒരു എന്താണ് സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. ആ കപ്പാസിറ്ററിന്റെ 1/4 പോർഷൻ ഞാൻ എന്ത് ചെയ്തു? ഒരു ഡയലക്ട്രിക് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തപ്പോൾ എന്റെ കപ്പാസിറ്റൻസ് ട്വൈസ് ആയി മാറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എപ്സിലോൺ r2 എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതെന്താണ്? ഇറ്റ് ഈസ് എ കോയാക്സിയൽ സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ. So coaxial cylindrical capacitor of capacitance C ന്റെ വാല്യൂ എന്താണ്? 2 pi epsilon 0 epsilon r divided by ln b divided by a ആണ് നമുക്കറിയാം. Where b is the outer radius and a is the inner radius. So case 1 നകത്ത് C1 ഞാൻ C1 എന്ന് പറയുന്നു. Where C1 is the effective capacitance of the first capacitor is equal to എന്താണ്? 2 pi epsilon 0 epsilon r1 എന്ന് പറയുന്നത് എന്താണ്? 2 divided by ln outer radius by inner radius capital R by small r. 2 pi epsilon 0 into 2 divided by ln outer radius by inner radius. ഇതാണ് C1. ഞാൻ ഇനി കേസ് 2 ൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. കേസ് 2 കേസ് 2 നകത്ത് 1/4 of the portion അതായത് ഇത്രയും പോർഷനിൽ ഞാൻ epsilon r2 ഇട്ട് ഫിൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക. In the case of a spherical അല്ലെങ്കിൽ കോയാക്സിയൽ സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഇവിടെ ഒരു 2π കാണുന്നില്ലേ? ഈ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊത്തം റേഡിയസിനെ കവർ ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. ദിസ് 2π ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്താണ്? മൊത്തം 2π റേഡിയസിനെ കവർ ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ C2 എന്ന് പറയുന്നത് കേസ് 2 കപ്പാസിറ്റൻസ് ആണെങ്കിൽ കേസ് 2 കപ്പാസിറ്റൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ when I fill 1/4 of the portion with the dielectric epsilon r2 എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually എന്താണ്? a parallel combination of two capacitor ആയി മാറി കഴിഞ്ഞു. it is actually എന്താണ്? a parallel combination of two capacitor. so parallel combination of two capacitor അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ ഞാൻ പറയുന്നു ഇത്രയും പോർഷൻ ആണ്. അതായത് 45 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 360 - 45 ഡിഗ്രി ആണ് നമ്മുടെ ഫസ്റ്റ് കപ്പാസിറ്റർ. എന്ന് പറഞ്ഞാൽ എന്താണ്? it is 3π/2 into epsilon 0 into 2 divided by എന്താണ്? ln capital R by small r. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക 45 ഡിഗ്രി അല്ല, സോറി 1/4 പോർഷൻ അല്ലേ? 1/4 പോർഷൻ മീൻസ് ആക്ച്വലി എന്താണ്? 90 ഡിഗ്രി അല്ലേ? സോ 360 - 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയാണ്? 270 ഡിഗ്രി. 270 എന്ന് പറഞ്ഞാൽ 90 into 3 π/2 എന്ന് പറഞ്ഞാൽ 90 into 3 270. സോ ബാക്കി എന്താണ്? π/2 കേസിനകത്ത് epsilon 0 epsilon r2 divided by ln capital R by small r. ഇത് നമുക്ക് എന്താണ്? ഇതാണ് നമ്മുടെ നെറ്റ് വാല്യൂ ഓഫ് C2 അല്ലേ? 3π/2 epsilon 0 into 2 plus π/2 epsilon 0 epsilon r2 divided by ln capital R by small r. Given എന്താണ്? Given C2 capacitance in the second case equal to എന്താണ്? Capacitance in the second case is equal to എന്താണ്? capacitance is double അല്ലേ? so C2 is equal to 2 times C1. so അതിന്റെ അർത്ഥം എന്താണ്? C2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിൽ ln capital R by small r, ന്യൂമറേറ്ററിൽ എന്താണ്? 3π/2 അതായത് 3π epsilon 0 പ്ലസ് എന്താണ്? π/2 epsilon 0 epsilon r2. 3π epsilon 0 ഈ 2 ഞാൻ ക്യാൻസൽ ചെയ്തു പ്ലസ് π/2 epsilon 0 epsilon r2. ഇതാണ് C2 is equal to എന്താണ്? 2 times C1 അല്ലേ? കപ്പാസിറ്റൻസ് ഡബിൾ ആയി 2 times എന്താണ്? 2π epsilon 0 into 2 divided by ln capital R by small r. ഇത് രണ്ടും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? epsilon r2 ന്റെ വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് epsilon 0 ക്യാൻസൽ ആയി പോകും. epsilon 0 ക്യാൻസൽ ആയി പോകും. ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോകും.
പൈയും എന്താണ് ക്യാൻസൽ ആയി പോകും. സോ ഇപ്പൊ എന്ത് കിട്ടി? 3 പ്ലസ് 1/2 എപ്സിലോൺ r2. എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? 3 പ്ലസ് 1/2 എപ്സിലോൺ r2 is equal to എന്താണ്? 2 2s are 4 2s are 8 അല്ലേ? 8 pi cancel ആയില്ലേ? So 8 എന്ന് വരും. 3 plus 1/2 epsilon r2 is equal to 8. That means epsilon r2 by 2 is equal to 8 minus 3 is 5, which implies epsilon r2 is equal to എന്താണ്? 10. So നമുക്ക് എന്ത് കിട്ടി? The value of epsilon r2, അതായത് നമ്മുടെ സെക്കൻഡ് കപ്പാസിറ്റർ മീൻസ് എന്താണ്? നമ്മുടെ കോയാക്സിയൽ കേബിളിന്റെ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എപ്സിലോൺ r2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് the answer is going to be 10. So ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യേണ്ട രീതി. ഇതിനകത്ത് 2π എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2π മീൻസ് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എൻറ്റയർ ഡിഗ്രി ദാറ്റ് ഈസ് കവറിംഗ്. സോ ഇതിനകത്ത് 1/4 പോർഷൻ കവർ ചെയ്തു മീൻസ് 90 ഡിഗ്രിയിൽ ഒരു കപ്പാസിറ്റൻസ്, ബാക്കി എന്താണ് 270 ഡിഗ്രിയിൽ വേറെ കപ്പാസിറ്റൻസും ആണ് എന്നാണ് അതിന്റെ മീനിങ്. So next question. A capacitance of an air-filled parallel plate capacitor is 60 picofarad. ഒരു air-filled parallel plate capacitor. ഇതിന്റെ capacitance എന്താണ്? 60 picofarad. എന്ന് പറഞ്ഞാൽ എന്താണ്? epsilon 0 epsilon r into a divided by d, where epsilon r is 1. When a dielectric slab whose thickness is half the distance between the plates is placed on one of the plates. When a dielectric slab എന്താണ്? with thickness half of the thickness between the distance between the plate അല്ലേ? So distance between the plate ഇതാണെങ്കിൽ ഞാൻ ഒരു dielectric slab half distance ൽ ഫിറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. When a dielectric slab whose thickness is half the distance between the plates is placed on one of the plates, covering it entirely, മൊത്തം പ്ലേറ്റിനെ കവർ ചെയ്തു, the capacitance between becomes 86 picofarad എന്നാണ് പറയുന്നത്. So initially distance d ആണ്, cross section area a ആണ്, initial capacitance 60 picofarad, ആ capacitance എന്തായി മാറി? 86 picofarad ആയി മാറി. So അങ്ങനെയാണെങ്കിൽ neglecting the fringing effect, the relative permittivity of the dielectric എന്നതാണ് question. So ഈ കേസിനകത്ത് capacitance C എന്ന് പറയുന്നത് 60 picofarad. Case 2 ശ്രദ്ധിക്കുക. This is my case 2 അല്ലേ? Case 2 നോക്കിയപ്പോൾ എന്താണ്? എക്സാക്ട്ലി ഹാഫ് എന്താണ്? ഞാൻ വേറൊരു ഡയലക്ട്രിക് കൊണ്ട് ഫിൽ ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു this is equivalent to, ഞാൻ മുകളിൽ താഴെ ടെർമിനൽ എടുത്താൽ this is equivalent to എന്താണ്? C1 in series with C2. C1 in series with C2. ഇതാണ് നമ്മുടെ കേസ്. സോ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when it comes to C1 ന്റെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും? നമ്മൾ ഇനിഷ്യലി മുകളിൽ നോക്കിയപ്പോൾ 120 picofarad ആയിരുന്നു അല്ലേ? ഞാൻ അതിനകത്ത് ഡിസ്റ്റൻസ് ഹാഫ് ആക്കി. സോ C is equal to എന്താണ്? epsilon 0 into a divided by d അല്ലേ? കേസ് 2 നകത്ത് എന്റെ എയർ ഗ്യാപ്പ് നേരെ പകുതിയായി. എയർ ഗ്യാപ്പ് പകുതിയാവുക മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി d/2 ആയി. സോ ഞാൻ പറയുന്നു C dash is equal to ഈ കേസ് ആണെന്ന് പറയുന്നു. This is actually C അല്ലേ? which implies എന്താണ്? C dash is equal to 2 is equal to 120 picofarad. ഞാൻ C1 dash എന്ന് വിളിക്കുന്നു. It is equal to എന്താണ്? 120 picofarad ആണ്. C2 ന്റെ കഥയൊന്നും പറയുന്നില്ല. വേറെ എന്തെങ്കിലും എപ്സിലോണിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. neglecting the എപ്സിലോൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ കേസ് 2 നകത്ത്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് C effective? C effective is equal to C1 C2 divided by C1 plus C2. C1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നമുക്ക് ആക്ച്വലി വാല്യൂ അറിയാലേ? സോ ഞാൻ പറയുന്നു 120 picofarad into C2 divided by C1 plus C2. C1 plus അതായത് 120 picofarad plus C2 is equal to എത്ര picofarad എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്? 86 picofarad. 86 picofarad. സോ നമുക്ക് ഇനി എന്താണ് ഇതിനെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോൾവ് ചെയ്ത് C2 കാൽക്കുലേറ്റ് ചെയ്യുക. C2 is equal to epsilon 0 epsilon r2 into a divided by d ആണ്. C2 is equal to epsilon C2 എന്ന് പറഞ്ഞാൽ എന്താണ്? it is epsilon 0 epsilon r2 into a divided by d/2. so C2 equal to എന്താണ്? epsilon 0 into a divided by d/2 into epsilon r2. so C2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം
C2 equal to epsilon 0 into A divided by D by 2. ഇതിന്റെ വാല്യൂ എന്താണ്? ഇതിന്റെ വാല്യൂ 120 picofarad ആണ് into epsilon R2. So അതിൽ നിന്നും നിങ്ങൾക്ക് epsilon R2 കാൽക്കുലേറ്റ് ചെയ്യാം. So from this equation you calculate the value C2. C2 ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ substitute epsilon 0 into A divided by D by 2 into epsilon R2. Epsilon 0 into A divided by D by 2 നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? It is epsilon 0 into A divided by D by 2 എന്ന് പറയുന്നതാണ് C dash which is equal to 120 picofarad. So ഇവിടെ എന്താണ്? 120 picofarad ഇവിടെ വരും. ഇവിടെ C2 ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേഷൻ വഴി കിട്ടും. അതിൽ നിന്നും epsilon R2 കാൽക്കുലേറ്റ് ചെയ്യാം. We are going to get around 2.53 എന്ന് കിട്ടും. This is the value of എന്താണ്? Relative permittivity of the medium. Third question, a positive charge of 1 nanocoulomb is placed at 0,0,0.2. So മൂന്ന് ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. This is z axis, x axis, y axis. 0,0,0,0,0.2 എന്ന് പറയുന്ന പോയിന്റ്. അവിടെ 1 നാനോകൂളംബ് ചാർജ് പ്രസന്റ് ആണ്. Consider the xy plane to be a conducting ground plane. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള PSC ചോദിക്കുകയോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ഇതിനകത്ത് കൺസെപ്റ്റ് ഓഫ് ഇമേജസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ നമുക്കിപ്പം ഓർഡിനറി കേസിൽ നമുക്കിപ്പോൾ ഒരു പോയിന്റിൽ ഒരു ചാർജ് ഇരിക്കുന്നു എന്ന് അറിയാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇസഡ് കമ്പോണന്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് 0,0.1 എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു ചാർജ് ഉണ്ട്. We are required to find the എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് എന്താണ് 0,0,1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. 1/4πε0 into q by r square. r എന്ന് പറഞ്ഞാൽ എന്താണ് 0.1 സ്ക്വയർ. ഡയറക്ഷൻ എന്തായിരിക്കും? മൈനസ് z ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം പറയുന്നത് എന്താണ്? ഇൻ ദ പ്രസൻസ് ഓഫ് an xy plane which is conducting in nature. ഒരു കണ്ടക്ടിംഗ് ഗ്രൗണ്ട് പ്ലെയിൻ നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഈ xy പ്ലെയിൻ നോക്കി കഴിഞ്ഞാൽ ഈ xy പ്ലെയിൻ ഫ്രം -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അപ്പുറത്തേക്കും ഉണ്ട്. മൊത്തം xy പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടക്ടിംഗ് പ്ലെയിൻ ആണ്. All the xy plane is a conducting plane. So ഇത് കണ്ടക്ടിംഗ് പ്ലെയിനിന്റെ പ്രസൻസിൽ ഇരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ z കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എഫക്റ്റ് ഓഫ് ദ കണ്ടക്ടിംഗ് പ്ലെയിനും കൂടെ നമുക്ക് ഹാസ് ടു ബി ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. അതിനെയാണ് മെത്തേഡ് ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ഇമേജസ് ഒരു ചാർജ് മുകളിലുണ്ടെങ്കിൽ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ചാർജ്, അതിന് എക്സാക്ട്ലി കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചാർജ് അതിന് നെഗറ്റീവ് ആക്സിസിൽ ഉണ്ടാവും. എക്സാക്ട്ലി കോംപ്ലിമെന്ററി ആയിട്ടുള്ള ചാർജ്, അതായത് 1 നാനോകൂളം ഇവിടെ ഉണ്ടെങ്കിൽ -1 നാനോകൂളം ചാർജ് 0,0, -0,2 പ്രസന്റ് ആയിരിക്കും. സോ there is a charge എന്താണ് 0,0, -0.2 at the point exactly on 1 നാനോകൂളം. സോറി -1 നാനോകൂളം എന്ന് പറയുന്ന ചാർജ് എക്സാക്ട്ലി കോംപ്ലിമെന്ററി ആയിട്ടുള്ള പോയിന്റിൽ പ്രസന്റ് ആയിരിക്കും. സോ എന്താണ് അതിന്റെ മീനിങ്? The net electric field intensity at this point due to this point in the presence of a conducting plane is given by method of images, according to which there is an image charge with respect to conducting plane. Image charge is having a polarity opposite to that of the എന്താണ് original polarity. So ഇവിടെ 1 നാനോകൂളം ആണെങ്കിൽ ഇവിടെ 1 നാനോകൂളം നെഗറ്റീവ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പോയിന്റ് എ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പോയിന്റ് എ ഡ്യൂ ടു 1 നാനോകൂളം എന്ന് പറഞ്ഞാൽ എന്താണ് 1/4πε0 into q divided by r square അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഏത് ഡയറക്ഷനിലേക്ക് ആയിരിക്കും? താഴേക്ക് ആയിരിക്കും. q divided by എന്താണ് r square. r എന്ന് പറഞ്ഞാൽ എന്താണ്? It is 0.1 sorry q divided by എന്താണ് r square. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ ഡ്യൂ ടു 1 നാനോകൂളം. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് എ ഡ്യൂ ടു -1 നാനോകൂളം എത്രയായിരിക്കും? 1/4πε0 into -1 നാനോകൂളം divided by എന്തായിരിക്കും?
divided by distance between the point of consideration and the charge. എന്താണ് ഇവിടെ ഒരു 0.2 ഡിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ 0.1 ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ 0.3 സ്ക്വയർ 1/4πε0 എന്ന് പറയുന്നത് 9 into 10 to the power 9 ആണ് into 1 നാനോകൂളം എന്ന് പറയുമ്പോൾ ആ 10 to the power 9 ഉം 10 to the power -9 ക്യാൻസൽ ആവും. സോ ഡിവൈഡഡ് ബൈ 0.1 സ്ക്വയർ പ്ലസ് എന്താണ് 0.3 സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ എന്താണ് 0.1 സ്ക്വയർ മൈനസ് 1/0.3 സ്ക്വയർ എന്ന് വരും. ഞാൻ ആ ടേം കോമൺ എടുത്താൽ സോ ആൻസർ കിട്ടുമ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ്. സോ നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, at this point is due to 1 nanocoulomb and -1 nanocoulomb. ഈ -1 nanocoulomb എന്ന് പറഞ്ഞാൽ it is due to the influence of the conducting plate. So രണ്ടും എന്താണ് towards the down direction, towards the minus z direction. That means എന്താണ് magnitude will be negative. So ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ you are going to get എന്താണ് -999.09 volt per meter എന്ന് വരും. This is the എന്താണ് electric field intensity at this point. ക്വസ്റ്റ്യൻ അകത്ത് കണ്ടക്ടിങ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ആക്ച്വലി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ കണ്ടക്ടിങ് പ്ലെയിൻ ആണെന്ന് എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കൺസിഡർ എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 5 cm made of a perfect electrical conductor. If 1 million electrons are added to the sphere, these electrons will be distributed. ഒരു സോളിഡ് സ്ഫിയർ ആണ്, ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജസ് കൊടുത്തു കഴിഞ്ഞാൽ the charges will be always distributed on the surface. So solid sphere of radius 5 cm എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എത്ര ചാർജ് കൊടുത്താലും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആവാതെ എന്താണ് യൂണിഫോംലി, അത് അകത്തേക്ക് ചാർജസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയാൽ ഒരു ചാർജിന്റെ എഫക്റ്റ് കൊണ്ട് വേറൊരു ചാർജിന് ഫോഴ്സ് വരും. സോ ആ ഫോഴ്സ് എല്ലാം കൂടെ ബാലൻസ് ആയി വരുമ്പോൾ the net charges are going to be distributed on the surface of the sphere. So the answer പറഞ്ഞാൽ it is uniformly over the surface of the sphere. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider an electron, neutron and proton initially at rest and placed along a straight line such that neutron is exactly at the center of the line joining electron and proton. So there is a line, center of the line we have neutron, on either side we have electron and proton. At t is equal to 0, the particles are released but are constrained to move along the same straight line. At time t is equal to 0, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്തിട്ട് these particles are constrained to move along the same straight line. ഈ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ മൂവ് ചെയ്യാൻ നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ. Which of these will collide first? ഇതിൽ ഏതൊക്കെയാണ് കൊളൈഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ആദ്യം. സോ ശ്രദ്ധിക്കുക, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ പ്രോട്ടോൺ ഉണ്ട് അല്ലേ. സോ ഇലക്ട്രോൺ വിൽ അട്രാക്ട് പ്രോട്ടോൺ, പ്രോട്ടോൺ വിൽ അട്രാക്ട് ഇലക്ട്രോൺ. ഡ്യൂ ടു എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ, ഇത് രണ്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. സോ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ, പാർട്ടിക്കിൾസ് വിൽ നെവർ കൊളൈഡ്. അങ്ങനെ വരത്തില്ല, പാർട്ടിക്കിൾസ് എന്തായാലും കൊളൈഡ് ചെയ്യും. ഓൾ വിൽ കൊളൈഡ് ടുഗദർ, അതായത് പ്രോട്ടോൺ ഇങ്ങനെ വരുന്നു, ഇലക്ട്രോൺ ഇങ്ങനെ വരുന്നു, എല്ലാം കൂടെ ന്യൂട്രോണും വന്ന് കൊളൈഡ് ചെയ്യുമോ എന്നാണ് സെക്കൻഡ് പാർട്ട്. തേർഡ് ഇസ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, പ്രോട്ടോണും ന്യൂട്രോണും കൊളൈഡ് ചെയ്യുമോ നോക്കാം. ഫോർത്ത് വൺ ഇസ് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ, ഇലക്ട്രോണും ന്യൂട്രോണും കൊളൈഡ് ചെയ്യുമോ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. വൈ? ആക്ച്വലി പ്രോട്ടോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി എന്താണ്, നമ്മളൊരു കണ്ടക്ടർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടറിൽ നമ്മൾ കറന്റ് ഫ്ലോനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കറന്റ് ഫ്ലോനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആയിരിക്കും കൺസ്റ്റിറ്റ്യൂട്ടിംഗ് മേജർ എന്താണ് കറന്റ് ഫ്ലോയുടെ കമ്പോണന്റ്. വൈ? ബിക്കോസ് ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ മൂവ് അറ്റ് എ ഹയർ റേറ്റ് when compared to that of a proton. സോ ഞാൻ പറയുന്നു ഇലക്ട്രോണിന്റെ കേസ് ആണെങ്കിൽ മൊബിലിറ്റി is high when compared to that of proton. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനെ റിലീസ് ചെയ്താൽ ഇലക്ട്രോൺ സ്പീഡിൽ മൂവ് ചെയ്യും. ഇലക്ട്രോൺ ഫസ്റ്റ് ന്യൂട്രോണിന്റെ അടുത്തെത്തും, പക്ഷെ പ്രോട്ടോണും വരുന്നുണ്ട്. ഫസ്റ്റ് കൊളൈഡ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണും ന്യൂട്രോണും, ഇലക്ട്രോണും ന്യൂട്രോണും കൊളൈഡ് ചെയ്തിട്ട് പിന്നെ പ്രോട്ടോൺ വരത്തുള്ളൂ. സോ നമ്മുടെ ആൻസർ എന്താണ്? ഫസ്റ്റ് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഗോയിങ് ടു കൊളൈഡ്. For the daily updations of exam related notifications and question paper solutions, like our FB page and subscribe our YouTube channel. Thank you.